ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും അങ്ങനെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വ്ളോഗിന് ഇന്നത്തെ. ജസ്റ്റ് ഫോണൊന്ന് മാറ്റിയപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പഴയത് അത്ര വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ക്യാമറ. ഇത് 4K കിട്ടുന്നുണ്ട് ഫ്രണ്ട് ക്യാമറയിലെ വിവോ V30. അപ്പോൾ ജസ്റ്റ് പുതിയ ഫോൺ എടുത്തപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ചാനൽ അങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇനി മുതൽ അങ്ങോട്ട് ഡെയിലി വീഡിയോസ് ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഡെയിലി വീഡിയോസ് ഇടാൻ. പക്ഷെ നമുക്ക് കണ്ടന്റ് കിട്ടുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നത്തെ വ്ളോഗിന് തന്നെ പ്രത്യേകിച്ച് ഒരു കാരണമല്ല. ജസ്റ്റ് ഇന്നത്തെ ഒരു 1 ഡേ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നോക്കാൻ, അതായത് ഓഫീസിൽ പോയിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്ത് നോക്കാൻ ഇതുള്ളൊരു മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റേ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ നിർത്തി. ഇപ്പോൾ വെറും നമ്മൾ ഫ്ലെക്സിൻ്റെ വർക്കിൽ തുടങ്ങി. ഫ്ലെക്സ് പ്രിൻറ്റിങ് അങ്ങനത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. മറ്റേതൊന്നും ഒതുക്കി ജീവിച്ചു പോകണ്ടേ. ഇവിടെ ഇരുന്നിട്ടാണ് ഗൈസ് ഞങ്ങൾ രാത്രി കളിക്കാറ്. പബ്ജി കളിക്കാറ്. ഓക്കെ, ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ രാത്രി പബ്ജി കളിക്കാറ്. രാത്രി മാത്രമല്ല, സൺഡേ ലീവൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ടാണ് പബ്ജി കളിക്കാറ്. ഇവിടെ നല്ല തണലാണ്. മുകളിലൊക്കെ മരങ്ങളായതുകൊണ്ട് വെയിലത്തൊക്കെ നല്ല തണലാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ 2 ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഈ കാണുന്ന ഈ സാറും ഈ കാണുന്ന സാറിപ്പോ അങ്ങോട്ടാണ് പോണേ? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള ചില യാത്രകളുണ്ട്. എങ്ങനെ മേലനങ്ങാതെ കാശുണ്ടാക്കാമെന്ന ഒരു പ്രത്യേകതരം കോച്ചിങ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പോവുകയാണ്. എങ്ങോട്ടാണ്? ഷിയാസ് ചിഞ്ചു കൊണ്ടാണ് പോകുന്നത്. ഓക്കെ, ഷിയാസ് ചിഞ്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിലോളം മാർക്കറ്റിംഗ് ഫീൽഡുകളിൽ അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് വളരെയധികം പ്രാധാന്യം ചെലുത്തിയ ഒരു ഗ്രൂപ്പാണ് മൗസി ഗ്രൂപ്പ്. ആ മൗസി ഗ്രൂപ്പിന്റെ മണ്ണാർക്കാട് കുന്തിപ്പുഴ ശാഖയിലുള്ള ഒരു എന്താ പറയാ, എന്താ അതിനൊരു വേർഡ് ഉണ്ടല്ലോ, മറ്റൊരാളെ കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്റ്റാഫാണ് ചിഞ്ചു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ചിഞ്ചുവിന്റെ കൂടെയാണ് ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇതാണ് ചിഞ്ചു, നമ്മുടെ ഷിനാസിന്റെ സഹോദരനാണ് അദ്ദേഹം. അതായത് പക്ഷെ സംസാരം കൊണ്ട് ഇവനാണ് ഏട്ടൻ, എങ്കിൽ കൂടി അദ്ദേഹം നമ്മുടെ ഷിനാസിന്റെ സഹോദരൻ. അതേപോലെ അദ്ദേഹം ഒരു തീർച്ചയായിട്ടും അയ്യോ, ഷിനാസിന്റെ കാര്യം പറയുകയാണ്. തീർച്ചയായിട്ടും ഷിനാസ് ഓൺ സ്ക്രീനിലല്ല, പക്ഷെ അദ്ദേഹം എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ സങ്കടങ്ങളുടെയും എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമ്മളെ ഇമോഷണലി അറ്റാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള വീഡിയോസ് ആയിരിക്കും അദ്ദേഹം ചെയ്യേണ്ടത്. അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇടയിൽ പറയേണ്ട വലിയൊരു ആവശ്യമില്ല. പിന്നെ എന്നാലും അത്രയും നീട്ടുന്നില്ല, കാരണം ഓർക്കൊരു ഞങ്ങൾ ഇത്രയും നീട്ടിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അല്ലേ, എങ്ങനെയും കുറച്ച് സമയമുണ്ടേ. എന്തായാലും കുറച്ച് ടൈം വേണം. അതേപോലെ തന്നെ എന്റെ കാര്യം വന്നോട്ടോ, അല്ല ബൈക്ക് തരുമോ? ബൈക്ക് തരുമോ? തീർച്ചയായിട്ടും സോറി കേട്ടോ. അപ്പൊ ബൈ. എങ്ങോട്ടാണ്? ഞാൻ എനിക്ക് ഡ്രൈവർ പോരും. അല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ബസ് വരും. തീർച്ചയായിട്ടും അല്ല, ഞാൻ ആ ബസ് ഇനി വരെ ബസ്സിന് കയറ്റിയിട്ടുണ്ട്. ഞാൻ 10:10 ബസ്സിനാണ് പോണത് അല്ലേ? നിങ്ങൾ 10 ബസ്സിനല്ലേ പോണേ? ഞാൻ 10:10 പോണേ. നമ്മുടെ ഇപ്പോ ഇവർക്ക് പോകാനുള്ള ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ഓടും. നിങ്ങൾ പോണില്ലേ? അവിടെ ആളുണ്ട്, എനിക്ക് ഡ്രൈവർ വരും. അപ്പൊ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിത് എവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ബസ് വന്നുകൊണ്ടിരിക്കണോ? ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ബസ്. ബാക്കിയൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ ബസ്സുകളാണ് അല്ലേ? എന്നേരം ദിലീപിന്റെ അവിടെ കണ്ടില്ലേ? നിങ്ങള് സുഹൃത്തുക്കളായിട്ടാണ് ആ സിനിമയ്ക്ക് പോയി. ഒരുപാട് നാളുകൾക്ക് ശേഷം, അതായത് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയ്ക്ക്. വോയിസ് ഓഫ് സത്യനാഥൻ എനിക്ക് വോയിസ് ഓഫ് സത്യനാഥൻ അത്ര തീർച്ചയായിട്ടും വെച്ച് തോന്നിയിട്ടില്ല. ഞങ്ങള് ഇത് കണ്ടപ്പോ, ഈ സിനിമ കണ്ടപ്പോ എന്താ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറെയൊക്കെ പണ്ടത്തെ കോമഡികൾ ചിരിക്കാണ്ട്, ലാഗ് എന്ന് പറയാൻ അവന് തോന്നിയിട്ടില്ല. അപ്പൊ ഒരു പ്രേമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ദിലീപിന്റെ നല്ലൊരു ഫീൽ ഗുഡ് ഫിലിം ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റി. പിന്നെ ഞങ്ങള് മറ്റു ഓഡിയൻസിനെ നോക്കിയപ്പോൾ ഓഡിയൻസ് നന്നായിട്ട് ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും പോയി കണ്ടോളൂ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ റോട്ടിലൂടെ ആരും ഓടി വരും. ഞാൻ അവിടെ താഴത്തുനിന്ന് പറഞ്ഞ ഇവിടേക്ക് എത്തിയിട്ടില്ലേ. അപ്പൊ സാറും നമ്മളോട് വിട പറയാൻ സാറും പോയിക്കൊണ്ടിരിക്കണം. സാറിന്റെ എങ്ങോട്ടാണ് യാത്ര? ദിലീപല്ലേ? ഹെൽമെറ്റ് ഇടൂ. ഹെൽമെറ്റ് ഇടണ്ടേ? ഹെൽമെറ്റ് വെച്ചോ? ഒരു ഇടേ. ഞാന് ഇനി നേരെ കടയിൽ പോവാ. അങ്ങനെ ഗൈസ്, ഞാൻ വീണ്ടും ഒറ്റക്കായി. അവരൊക്കെ പോയി. എനിക്കുള്ള ബസ് 10:10 വരുള്ളൂ. ഇപ്പൊ ടൈം സമയത്ത് എന്തൊരു സമയം കിടക്കുന്നത്. ഇപ്പൊ സമയം 9:45 ഗൈസ്.
ഇനി 10:10 ബസ് വന്നിട്ട് വേണം. അതുവരെ ഞാനും റോഡ് മാത്രം. ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ വ്ളോഗിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നും പിന്നെ എൻ്റെ ഓഫീസ് എങ്ങനെയാണെന്നും കാണിക്കാനും അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ഇന്നത്തെ വ്ളോഗിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ ബസ് വന്നുകൊണ്ടിരിക്കേണ്ട, ബസ്സിൽ കയറി എവിടെ എത്തിയിട്ട് ബാക്കി കാണുമല്ലോ. അങ്ങനെ ഗൈസ് ഞാനിവിടെ എത്തി. എവിടെ ഇത് മെബിന് ഇവിടുത്തെ സ്റ്റാഫും അതേപോലെ നമ്മുടെ ഫ്രണ്ട്സായിട്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണോ? രാവിലെ ഫുഡൊന്നും കഴിച്ചാൽ ശരിയായില്ല. പിന്നെ നല്ല എ സി ഉറക്കം വരുന്നുണ്ട്. എ സി ഉണ്ട്, ഇതാ കണ്ടില്ലേ, എ സി ഉണ്ട്. അതൊക്കെ പറയണം. പിന്നെ ഇനി അടുത്തൊരാളെ പരിചയപ്പെടുത്തി തരാം. അടുത്ത് നമ്മൾ പരിചയപ്പെടേണ്ട ആൾ തന്നെയാണ്. ഇതാണ് അടുത്ത പരിചയപ്പെടാനുള്ള ആള്. പേര് പറയുന്നത് അല്ല, പേര് പറയുന്നത് എൻ്റെ പേരാണ്. ആ, ധനസ്. ഇത് ഇതിൻ്റെ ഓപ്പറേറ്ററാണ്. ഇതിൻ്റെ മെഷീൻ്റെ ഓപ്പറേറ്റർ. ആ, അപ്പോൾ അനസിൻ്റെ ബർത്ത്ഡേ ഉണ്ട് ഈ വരുന്ന 23-ാം തീയതി. പ്രത്യേക കാരണങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഇതാണ് നമ്മുടെ മെഷീൻ. അതുപോലെ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, കരിയൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മൾ പ്രിൻ്റ് അടിക്കുന്ന മെഷീന്. ഇപ്പോൾ പ്രിൻറ്റിങ് ഒന്നും നടക്കണില്ല. ഞാൻ എന്തെങ്കിലും പ്രിൻറ്റിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് കാണിച്ചാൽ. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വർക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പോവുകയാണെങ്കിൽ വർക്കിൻ്റെ കാര്യങ്ങൾ വീഡിയോസൊക്കെ കാണിച്ചു തരാം അല്ലേ? കാണിച്ചു തരൂല്ലേ? ആ, പോവുകയാണെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്ന് വൈകുന്നേരം വരെയുള്ള ഫുള്ള് സംഭവം നമ്മൾ വീഡിയോകൾ എടുക്കും അല്ലേ? ഏകദേശം. പിന്നെ ഫുഡിൻ്റെ വ്ളോഗൊക്കെ എടുക്കണമെന്നുണ്ട്, നടക്കില്ലാതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണം അല്ലേ? ബാക്കി ഓഫീസും കാര്യങ്ങളും ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അവിടെ പുറത്ത് ഇൻ്റർവ്യൂ നടന്നു കൊടുക്കാം. അത് കഴിയട്ടെ. നമ്മൾ എഡിറ്ററിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷോപ്പ് അതൊക്കെ അറിയണ ഒരു എഡിറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ് പുറത്ത്. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാൻ ഞാനിത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പുറത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ.